നമസ്കാരം, എല്ലാവർക്കും ഫ്ലേവർ ഷോറിൻ്റെ സദ്യ സീരീസിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പിന്നെ നമുക്ക് നല്ല എരിവും മധുരവും പുളിയും ഒക്കെ ഉള്ള ഒരു ഇഞ്ചിക്കറിയുടെ റെസിപ്പി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 900 ഗ്രാം ഇഞ്ചിയായിരുന്നു എടുത്തിരുന്നത്. അത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അരിഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ 700 ഗ്രാമേ ഉള്ളേ. നിങ്ങൾക്ക് ഇങ്ങനെ ചെറുതായിട്ട് അരിയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നൈസായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്താലും മതിയാവും. ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഒരു 20 മിനിറ്റ് സമയത്തേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇങ്ങനെ ഇഞ്ചി അരിഞ്ഞ് ഉപ്പ് പുരട്ടി അല്പസമയം മാറ്റി വെച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം ഇതുപോലെ ഊറി വരും. അപ്പോൾ ആ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞാൽ നമുക്കിത് വറുത്തെടുക്കാനായിട്ട് എളുപ്പം ഉണ്ടാവും. ഇങ്ങനെ ഇഞ്ചി നീര് പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് കൈ ഒന്ന് പുകയാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ വെളിച്ചെണ്ണ ഇത് പിഴിയുന്നതിന് മുമ്പ് നന്നായിട്ട് കയ്യിൽ തടവുക, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് പിഴിഞ്ഞെടുക്കുക കേട്ടോ. ഈ ബാക്കി വന്ന ഇഞ്ചി നീര് എടുത്ത് പാത്രത്തിൽ ഒഴിച്ച് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഉപയോഗിക്കാം. ഇനി ഇഞ്ചിക്കറി ഉണ്ടാക്കാനായിട്ടുള്ള ബാക്കി സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത്രത്തോളം പുളി ഒന്ന് ഞാൻ വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 20 പച്ചമുളക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 150 ഗ്രാം മുതൽ 200 ഗ്രാം വരെ ശർക്കര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് അത് എടുക്കാവുന്നതാണ്. ഇനി ഒരു 25 ചെറിയുള്ളി ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. ചെറിയുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ 2 മീഡിയം സൈസിലെ സവോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതിയാകുമേ. ഇനി നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇഞ്ചി വറുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി എണ്ണയ്ക്ക് അനുസരിച്ചിട്ട് 1-2 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് നമുക്ക് വറുത്ത് കോരാം. ഇഞ്ചി വറുത്തെടുക്കുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വറുത്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും, ഇഞ്ചി മൂത്ത് കിട്ടുകയില്ല. ഇത് ലോ ഫ്ലെയിമിലിട്ടാണ് വറുക്കുന്നതെങ്കിൽ നിങ്ങൾ എപ്പോഴും ഇളക്കി കൊടുക്കണമെന്നുമില്ല. ഇടയ്ക്കൊക്കെ മാത്രം കരിഞ്ഞു പോകാതെ ഇളക്കി കൊടുത്താൽ മതിയാവും. നമ്മൾ വറുക്കാനിട്ട ഇഞ്ചിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഒരല്പവും കൂടി മൂക്കാനായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ കൈവിടാതെ ഇതിട്ട് ഇളക്കുക. ഒരു 5 മിനിറ്റ് കൂടെ ഒക്കെ കഴിയുമ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് കിട്ടും. ഇഞ്ചി നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇഞ്ചി മുഴുവൻ ഇതുപോലെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തത് 900 ഗ്രാം ഇഞ്ചിയാട്ടോ. അത് വറുത്ത് കോരി എടുത്തപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇങ്ങനെ ഇഞ്ചി വറുത്ത് പൊടിച്ചെടുക്കുന്നത് കൊണ്ടാണ് എളുപ്പത്തിന് നിങ്ങൾക്ക് വട്ടത്തിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാമെന്ന് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് അല്പ സാധനങ്ങളൂടെ ഒന്ന് വറുത്തെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ആ ഇഞ്ചി വറുത്ത എണ്ണയിൽ നിന്ന് ഒരല്പം എണ്ണ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. പച്ചമുളകും ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വറുത്തെടുക്കുക. ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ പച്ചമുളക് മൂത്ത് കിട്ടും കേട്ടോ. ഇനി ഈ എണ്ണയിലേക്ക് ഉള്ളിയും കൂടി ഇട്ടിട്ട് വറുത്ത് കോരാം. ഇനി നമ്മൾ വറുത്ത എണ്ണയിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ എടുക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു 5-6 വറ്റൽമുളക് ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ടുള്ളതും പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ പേരക്കയുടെ വലുപ്പമൊക്കെ വരുന്ന പുളിയാണ് ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ ആ പുളിയിലേക്ക് 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടാണ് ഞാനത് കുതിരാനായിട്ട് വെച്ചത്. അപ്പോൾ ആ വെള്ളം മുഴുവൻ നന്നായിട്ട് പുളിയിൽ നിന്ന് പിഴിഞ്ഞെടുത്തിട്ട് അതൊന്ന് അരിച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതൊരു 15 മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ആ പുളിവെള്ളത്തിൻ്റെ പച്ച ചൊവയൊന്ന് മാറിക്കിട്ടണം. 15 മിനിറ്റോളം ഇതിങ്ങനെ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇനി ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര പൊടിച്ചോ ചീകിയോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 200 ഗ്രാം ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എനിക്ക് അത്യാവശ്യം മധുരമുള്ള ഇഞ്ചിക്കറിയാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ്. 150 മുതൽ 200 ഗ്രാം വരെ ശർക്കരയുടെ ആവശ്യം വരും. ശർക്കര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ഇതിൻ്റെ എരിവും പുളിയും ഉപ്പും മധുരവും ഒക്കെ നോക്കുക. ഉപ്പ് ചേർത്ത് പിഴിഞ്ഞ ഇഞ്ചി ആയതുകൊണ്ട് ഞാനിതിൽ വേറെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഉപ്പിൻ്റെ കുറവുണ്ട്. അതുകൊണ്ട് ഒരു ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇഞ്ചിക്കറി നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം കായപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പാകത്തിന് ഇത് ഓഫ് ചെയ്യുക. കാരണം ഇഞ്ചിക്കറി ഇരിക്കുമ്പോൾ ഒരല്പവും കൂടി കുറുകും. പിന്നെ എപ്പോഴും ഇഞ്ചിക്കറി സദ്യയ്ക്ക് തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം സദ്യയ്ക്ക് വിളമ്പുന്നതായിരിക്കും സ്വാദ്.
ഈ ഒരു അളവിൽ സാധനങ്ങൾ എടുത്താൽ ഒരു 50 പേർക്കോളം സെർവ് ചെയ്യാൻ പറ്റുന്ന ഇഞ്ചിക്കറി തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഈ ഇഞ്ചിക്കറി വെള്ളമയം ഇല്ലാത്തൊരു കുപ്പിയിൽ എടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ആഴ്ചകളോളം കേടുകൂടാണ്ട് വെക്കാനായിട്ട് സാധിക്കും. മറ്റൊരു റെസിപ്പി ആയിട്ട് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.